ഹേ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഗൈസ്. ഇതാണ് ഗൈസ് എൻ്റെ യൂട്യൂബ് ചാനൽ. ഗൈസ്, ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഗൈസ്, ഞാൻ ഫോട്ടോഷൂട്ടിന് പോകും ഗൈസ്. ഇത് ഫാഷൻ റൂം മാഗസീൻ്റെ ഫോട്ടോഷൂട്ടാണ്. അപ്പോൾ ഗൈസ് ഞാൻ പോവാണ് ഗൈസ്. ഞാൻ മൊത്തം ബ്ലാക്കായിട്ട് പോവാം ഗൈസ്. അയ്യോ ഗൈസ്, സോ ലെറ്റ്സ് ഗെറ്റ് ഗോ ഗൈസ്. ഞാനും അമ്മയും പോണേ സ്കൂട്ടിലാണ് ഗൈസ് പോണത്. അപ്പോൾ ലെറ്റ്സ് ഗെറ്റ് ഗോ. ഗൈസ്, ഞങ്ങളിവിടെ എത്തി കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഒരു ഫോം തന്നു. ആ ഫോം അമ്മ ഫില്ലൊക്കെ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഇവിടെ അക്കാഡമി സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഇനാഗ്രേഷൻ ഉണ്ടായിരുന്നു. ആ ഇനാഗ്രേഷൻ എല്ലാം കഴിഞ്ഞു. എന്നിട്ട് ഞങ്ങളുടെ അടുത്ത് ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് മേക്കപ്പ് എല്ലാം സ്റ്റാർട്ട് ചെയ്തോളാൻ പറഞ്ഞു. ഇനി മേക്കപ്പാണ് ഗൈസ്. ഇവിടെ ഇനാഗ്രേഷൻ്റെ ഇടയിൽ എന്നോടൊരു കാര്യം പറഞ്ഞു ഗൈസ്. എനിക്ക് ഫോട്ടോഷൂട്ട് മാത്രമല്ല, എനിക്ക് റാംബോ വാക്കിൻ്റെ ട്രെയിനിങ് കൂടിയും ഉണ്ടെന്ന് പറഞ്ഞു ഗൈസ്. അപ്പോൾ ഫോട്ടോഷൂട്ട് കഴിഞ്ഞിട്ട് എനിക്ക് ആ ഒരു ട്രെയിനിങ് കൂടി ഉണ്ടാകും. അപ്പോൾ ഗൈസ്, എൻ്റെ മേക്കപ്പ് കഴിഞ്ഞു ഗൈസ്. എന്നോട് കണ്ണെഴുതണമെന്ന് ചോദിച്ചു. വേണ്ടെന്ന് പറഞ്ഞു ഗൈസ്. വേറെ ഒന്നുമല്ല, കുറച്ച് നേരം കഴിഞ്ഞാൽ എന്നെ കാണാൻ നാഗവാലിയുടെ പോലെ ഇരിക്കും ഗൈസ്. കഴിഞ്ഞു, മേക്കപ്പൊക്കെ കഴിഞ്ഞു. ഇനി ഫോട്ടോ എടുക്കാൻ പോകുന്നത് ഗൈസ്. അങ്ങനെ ഫോട്ടോസ് എടുക്കാൻ തുടങ്ങിയപ്പോഴാണ് ഗൈസ് നല്ല സൂപ്പർ മഴ. അപ്പോൾ ഗൈസ്, ഇനിയുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്ത് പോസ് ഇടാൻ പറഞ്ഞു. ഞാൻ കുറേ ഗൂഗിളൊക്കെ ചെയ്തിട്ട് കുറേ പോസ് കണ്ടു വെച്ചിരുന്നു. പക്ഷെ ആ ടൈമായപ്പോൾ ഗൈസ് എനിക്ക് ഒരു ഓർമ്മയില്ല ഗൈസ്. എന്തൊക്കെയോ പോസ് ഞാൻ ഇട്ടിട്ടുണ്ട്. ഗൈസ്, അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ അടുത്ത് വാക്ക് ചെയ്യാൻ പറഞ്ഞു, റാമ്പ് വാക്ക് ചെയ്യാൻ പറഞ്ഞു. ഞാൻ എനിക്ക് മോഡലൊന്നുമല്ല, അറിയുടെ പോലെ ഞാൻ എന്തൊക്കെയോ വാക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഞങ്ങളുടെ വീഡിയോസൊക്കെ എടുത്തു. ഗൈസ്, അങ്ങനെ നമ്മുടെ ബിരിയാണി വന്നു. അപ്പോൾ ഗൈസ്, രാവിലെ തൊട്ട് ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഉച്ചയ്ക്കാണ് ഞങ്ങൾക്ക് ഫുഡുള്ളത്. പാർട്ടിസിപ്പൻസിന് മാത്രമേ ഫുഡുള്ളൂ. അപ്പോൾ അമ്മയ്ക്കൊക്കെ എക്സ്ട്രാ വാങ്ങിക്കണം. അപ്പോൾ ഞാൻ ഇത്ര കഴിക്കാത്തതുകൊണ്ട് അമ്മ എൻ്റെ നിന്നാണ് ഗൈസ് കഴിച്ചത്. അമ്മേനെ എന്തിനാ വീഡിയോയിൽ കാണിക്കണേന്നൊക്കെ അമ്മ പറയണുണ്ട്. അമ്മേനെ കാണിക്കേണ്ടതൊക്കെ പറയുന്നുണ്ട് ഗൈസ്. പക്ഷെ ഞാൻ കാണിക്കും ഗൈസ്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഞങ്ങളുടെ ഫോട്ടോഷൂട്ടെല്ലാം കഴിഞ്ഞു. ഇനി ഞങ്ങളുടെ റാമ്പ് വാക്ക് ട്രെയിനിങ് ആണ്. അപ്പോൾ ഞങ്ങളുടെ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്തു ഗൈസ്. ഞാൻ റാമ്പ് വാക്കൊക്കെ ചെയ്തിട്ട് ഇപ്പോൾ 1 വർഷമൊക്കെ ആയിട്ടുണ്ട് ഗൈസ്. ഞാൻ പിന്നെ നടന്നിട്ടില്ല. പിന്നെ ഇപ്പോഴാണ് ഗൈസ് റാമ്പ് വാക്ക് ചെയ്യണത്. ഗൈസ്, അങ്ങനെ ഞങ്ങൾ കുറേ വട്ടം വാക്കൊക്കെ ചെയ്തു.
അത് കഴിഞ്ഞിട്ടാണ് ഗൈസ് എനിക്ക് നല്ല രീതിയിൽ കാലുവേദന എടുക്കുന്നുണ്ട് ഗൈസ്. വേറെ ഒന്നും ഉണ്ടല്ല, പ്രത്യേകിച്ച് ബൂട്ട്സ് ഇട്ടിട്ടാണ്. ഞാനിങ്ങനെ ഹീൽസ് ഒന്നും ഇടാറില്ല, ഞാൻ എപ്പോഴും ഫ്ലാറ്റായിട്ടുള്ള ഷൂസ് ഇടാറ്. ഇത് കുറച്ച് ഹീൽഡാണ്, അപ്പോൾ നല്ല വേദന ഉണ്ട് ഗൈസ്. ഞാൻ രാവിലെ തൊട്ട് ഇതിട്ടിട്ട് നിൽക്കുകയാണ്, ഇത് ഊരിട്ടേ ഇല്ല. ഇപ്പോൾ വൈകുന്നേരമൊക്കെ ആയി, ഞാൻ അവരോട് ടൈമൊക്കെ ചോദിക്കുന്നുണ്ട് കഴിയാറായെന്ന്, ബട്ട് കഴിഞ്ഞിട്ടില്ല ഗൈസ്. ഗൈസ് ഇനി ഞങ്ങൾ ലാസ്റ്റായിട്ട് വാക്ക് ചെയ്യാൻ പോവാണ്. ഇതോടെ കഴിഞ്ഞാൽ നമ്മുടെ ട്രെയിനിങ് കഴിഞ്ഞു. ഗൈസ് നമ്മുടെ കഴിഞ്ഞു ഗൈസ്. പോവാണ് ഗൈസ്. ഫോട്ടോഷൂട്ട് മാത്രമുള്ളൂ വിചാരിച്ചിട്ടാ. ഗൈസ് എല്ലാം കഴിഞ്ഞു ഗൈസ്. ഇനി ഞങ്ങൾ തിരിച്ചു പോവാ ഗൈസ്. ഫോട്ടോഷൂട്ട് മാത്രമേ ഉള്ളതാണ് ഗൈസ് ഞാൻ വിചാരിച്ച് അതാ ചെയ്യാൻ ഗൈസ്. പക്ഷെ ഇവിടെ എനിക്ക് എന്താ റാമ്പിൻ്റെ ട്രെയിനിങ്ങും കിട്ടി ഗൈസ്. സോ ഞാൻ പോവാണ് ഗൈസ്. അപ്പം ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളൂ ഗൈസ്. എനിക്ക് ഇടയിലൊന്നും സംസാരിക്കാൻ പറ്റണമെന്നില്ല ഗൈസ്. ഇത്ര ഉള്ളൂ ഗൈസ്. ഇതിൻ്റെ ഫോട്ടോസും വീഡിയോസും എല്ലാം ഞാൻ ഇൻസ്റ്റയിലായിട്ട് പോസ്റ്റ് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. ബൈ ബൈ.